പാകിസ്ഥാനിലെ ഉൾനാടൻ ഗ്രാമങ്ങളിലുള്ള കർഷകർ നൂറ്റാണ്ടുകളായി പിന്തുടരുന്ന അതിശയകരമായ ഒരു വിദ്യയുണ്ട്. പുറത്ത് അത്യുഷ്ണമുള്ള വേനൽക്കാലമാണെങ്കിൽ പോലും വൈദ്യുതിയുടെ സഹായമില്ലാതെ മാസങ്ങളോളം ഐസ് കട്ടകൾ ഉരുകാതെ സംരക്ഷിക്കുന്ന വിദ്യയാണത്. കേൾക്കുമ്പോൾ അത്ഭുതം തോന്നുമെങ്കിലും ഇതിനു പിന്നിൽ വളരെ കൃത്യമായ ഒരു ശാസ്ത്രീയ വശമുണ്ട്. നെല്ലിന്റെ തോളിയും വൈക്കോലും ഉപയോഗിച്ചാണ് അവർ ഈ അത്ഭുതം സൃഷ്ടിക്കുന്നത്. ആദ്യം അവർ ഐസ് കട്ടകൾ സൂക്ഷിക്കാൻ തിരഞ്ഞെടുക്കുന്ന സ്ഥലം വളരെ പ്രധാനമാണ്. ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് അല്പം താഴ്ന്നുള്ള ഭാഗമാണ് അവർ ഇതിനായി ഉപയോഗിക്കുന്നത്. ആദ്യം തറയിൽ വൈക്കോലിന്റെ നല്ലൊരു പാളി നിരത്തുന്നു. അതിനു മുകളിലാണ് ഐസ് കട്ടകൾ അടുക്കി വയ്ക്കുന്നത്. ഐസ് കട്ടകൾ വെച്ചുകഴിഞ്ഞാൽ പിന്നെയാണ് ഇതിന്റെ പ്രധാന ഭാഗം വരുന്നത്. നെല്ലിന്റെ തോളിയും വൈക്കോലും കൂട്ടിക്കുഴച്ച് ഐസ് കട്ടകൾക്ക് മുകളിൽ കനത്തിൽ പുതപ്പിച്ചു വയ്ക്കുന്നു. ഇത് വെറുമൊരു പുതപ്പല്ല, മറിച്ച് പുറത്തെ ചൂടിനെ തടഞ്ഞു നിർത്തുന്ന ഒരു ഫലപ്രദമായ ഇൻസുലേറ്ററാണ്. ഇതിനു പിന്നിലെ രഹസ്യം വായു സഞ്ചാരത്തെ തടയുക എന്നതാണ്. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന തെർമോകോൾ ബോക്സുകൾ പോലെയാണ് ഈ വൈക്കോൽ പുതപ്പ് പ്രവർത്തിക്കുന്നത്. നെല്ലിന്റെ തോളിയും വൈക്കോലും ചേർന്ന് വെക്കുമ്പോൾ അതിനുള്ളിൽ ലക്ഷക്കണക്കിന് ചെറിയ വായു അറകൾ, എയർ പോക്കറ്റ്സ് രൂപപ്പെടുന്നു. ഈ വായു അറകൾക്ക് ചൂടിനെ കടത്തിവിടാനുള്ള കഴിവ് വളരെ കുറവാണ്. സൂര്യപ്രകാശം നേരിട്ട് ഐസ് കട്ടകളിൽ പതിക്കാൻ ഈ പാളി അനുവദിക്കുന്നില്ല. അതുപോലെ പുറത്തെ അന്തരീക്ഷത്തിലെ ചൂട് ഉള്ളിലേക്ക് കടക്കാതെ ഇത് പൂർണ്ണമായും തടയുന്നു. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇതൊരു സ്വാഭാവിക ഫ്രിഡ്ജായി മാറുകയാണ് ചെയ്യുന്നത്. ഈ രീതിയുടെ മറ്റൊരു പ്രത്യേകത ഐസ് കട്ടകൾക്കിടയിൽ വയ്ക്കുന്ന തോളിയുടെയും വൈക്കോലിന്റെയും അളവാണ്. കൂടുതൽ കനത്തിൽ ഇതിടുമ്പോൾ ഐസിന്റെ ആയുസ് അത്രയും വർദ്ധിക്കും. ദിവസങ്ങളോളം, ചിലപ്പോൾ ആഴ്ചകളോളം ഐസ് കട്ടകൾക്ക് വലിയ മാറ്റമില്ലാതെ ഇരിക്കാൻ ഇത് സഹായിക്കുന്നു. ഗ്രാമീണർക്ക് ആവശ്യമായ തണുത്ത വെള്ളം ലഭിക്കുന്നതിനായി അവർ ഈ വൈക്കോൽ പുതപ്പിനുള്ളിൽ നിന്ന് ആവശ്യത്തിന് ഐസ് കട്ടകൾ കുറേശ്ശെയായി എടുത്തു ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. ആധുനിക സാങ്കേതികവിദ്യയുടെ കാലത്ത് നമ്മൾ ഫ്രിഡ്ജിനെ ആശ്രയിക്കുമ്പോൾ പ്രകൃതിദത്തമായ ഈ വിദ്യ ഉപയോഗിച്ച് വലിയൊരു വിഭാഗം ജനങ്ങൾ ഇന്നും തങ്ങളുടെ ആവശ്യം നിറവേറ്റുന്നുണ്ട് എന്നത് ശ്രദ്ധേയമാണ്. ഇതിനായി അവർക്ക് അനാവശ്യമായ വൈദ്യുതി ചെലവോ അല്ലെങ്കിൽ പരിസ്ഥിതിക്ക് ദോഷകരമായ രാസവസ്തുക്കളോ ആവശ്യമില്ല. നെല്ല് കൃഷി ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ വെറുതെ കളയുന്ന ഒരു ഉപോൽപ്പന്നമാണ് ഈ വൈക്കോലും തോളിയും. എന്നാൽ ഈ കർഷകർ അതുപയോഗിച്ച് വൈദ്യുതിയില്ലാത്ത ഫ്രിഡ്ജ് നിർമ്മിച്ചിരിക്കുകയാണ്. നമ്മുടെ നാട്ടിലും ഇത്തരം രീതികൾ പരീക്ഷിക്കാവുന്നതാണ്. വേനൽക്കാലത്ത് വെജിറ്റബിൾ മാർക്കറ്റുകളിലും അല്ലെങ്കിൽ ഐസ് കൂടുതൽ ആവശ്യം വരുന്ന ചെറിയ കച്ചവട സ്ഥലങ്ങളിലും വൈദ്യുതി തടസ്സം നേരിടുമ്പോൾ ഇത്തരം പ്രകൃതിദത്തമായ ഇൻസുലേഷൻ രീതികൾ വലിയൊരു ആശ്വാസമായിരിക്കും. പാകിസ്ഥാനിലെ ഈ ഗ്രാമീണരുടെ അറിവ് വെറും അന്ധവിശ്വാസമല്ല, മറിച്ച് പ്രകൃതിയെ അറിഞ്ഞുകൊണ്ടുള്ള ഒരു ശാസ്ത്രീയ വിദ്യയാണ്. ഇത്തരത്തിൽ പ്രകൃതിയിലെ വിഭവങ്ങൾ ഉപയോഗിച്ച് ജീവിതം എളുപ്പമാക്കുന്ന നിരവധി അറിവുകൾ ലോകത്തിന്റെ പല ഭാഗങ്ങളിലുണ്ട്. അവയിൽ ഏറ്റവും മികച്ച ഒന്നാണ് നമ്മളിന്ന് ചർച്ച ചെയ്ത ഈ ഐസ് സംരക്ഷിക്കൽ രീതി. നിങ്ങൾ എപ്പോഴെങ്കിലും ഇത്തരം വിദ്യകളെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ നിങ്ങളുടെ നാട്ടിൽ സമാനമായ എന്തെങ്കിലും രീതികൾ നിലവിലുണ്ടോ? ഉണ്ടെങ്കിൽ അത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൃഷിയിലെയും പ്രകൃതിയിലെയും ഇത്തരം പുതിയ അറിവുകൾ പങ്കുവെക്കുന്നത് നമ്മൾ ഓരോരുത്തർക്കും ഗുണകരമായിരിക്കും. കൂടുതൽ അറിവുകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ മറ്റൊരു പുതിയ അറിവുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.